എല്ലാവർക്കും വിപിസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ബട്ടൂരിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സോഫ്റ്റുള്ള ബട്ടൂരി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. 1 കിലോ മൈദ, ഒരു വലിയ ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പഞ്ചസാര, ഇത് കുഴക്കാൻ ആവശ്യത്തിനുള്ള പാല്, 2 ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മല്ലിയില, 1 മുളക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. 1 കോഴിമുട്ട വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് കുറച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് വെച്ചതാണ്. ആവശ്യത്തിന് ഉപ്പും. ഇവയെല്ലാം ചേർത്ത് നന്നായി കുഴക്കണം. സാധാരണ ബട്ടൂരി ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റും മല്ലിയിലയും മുളകൊന്നും ചേർക്കാറില്ല. ഇവയെല്ലാം ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ സ്പെഷ്യലാണെന്ന് പറഞ്ഞത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മൈദയിലേക്ക് ഇവ ഓരോന്നായിട്ട് നല്ലവണ്ണം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായി കുഴച്ചെടുത്താൽ മാത്രമേ ബട്ടൂരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നതും നന്നായിരിക്കും. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ടതില്ല. എല്ലാം ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇവയെല്ലാം ചേർത്ത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂറേക്ക് ഇത് പൊങ്ങാനായി വെക്കാം. 1 മണിക്കൂറെങ്കിലും വേണം. അതിൽ കൂടുതലായാലും നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വരും. നമുക്കിനി ഇത് നന്നായി മൂടി വെക്കാം. ഏകദേശം 1.5 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി പരത്തി മുറിച്ചെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാം. ചൂടുള്ള എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഞാനിവിടെ സമൂസക്ക് മുറിക്കുന്ന പോലെ 4 കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. ഇനി നേരെ റൗണ്ടായിട്ടും പരത്തി ഇതുപോലെ ചെയ്യാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കറിയുടെ കൂടെയും കഴിക്കാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.